അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഫെബ്രുവരിയിൽ പുറത്തുവിട്ട ലക്ഷക്കണക്കിന് പേജുകളുള്ള എപ്സ്റ്റീൻ ഫയലുകളിൽ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ പേര് ഉൾപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ വിവാദത്തിന് തിരികൊളുത്തി. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങിയതോടെ ലോക്സഭ തടസ്സപ്പെട്ടിരുന്നു. ഹർദീപ് സിംഗ് പുരിയുടെയും അനിൽ അംബാനിയുടെയും പേര് അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട രേഖകളിലുണ്ടെന്ന് ബജറ്റ് ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധിയും ആരോപിച്ചിരുന്നു. ഇമെയിലുകളിലെ ചില പദപ്രയോഗങ്ങളും എപ്സ്റ്റീന്റെ സഹായിക്ക് വിസ മുൻഗണന നൽകാൻ ഇടപെട്ടതും ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധിയും പവൻ ഖേരയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കി. എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തു വന്ന സമയത്ത് അതിൽ ഇന്ത്യയിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് പേടിപ്പെടുത്തുന്ന ഒരു സത്യമായിരുന്നു. പ്രധാനമന്ത്രി മോദിയുടെ പേര് അതിൽ പരാമർശിച്ചതിനെ കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നു. 2014 മുതൽ 2017 വരെയുള്ള കാലയളവിൽ ഹർദീപ് സിംഗ് പുരിയും ജെഫ്രി എപ്സ്റ്റീനും തമ്മിൽ അയച്ചിട്ടുള്ള ഇമെയിലുകളും ന്യൂയോർക്കിലെ എപ്സ്റ്റീന്റെ വീട്ടിൽ വെച്ച് നടന്ന 3 കൂടിക്കാഴ്ചകളും ഈ ഫയലുകളിൽ കാണിക്കുന്നുണ്ട്. അതായത് 2015 ഫെബ്രുവരി 4, 2016 ജനുവരി 6, 2017 മെയ് 19 എന്നീ തീയതികളിലാണ് കൂടിക്കാഴ്ച നടന്നതായിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലിങ്ക്ഡിൻ സഹസ്ഥാപകൻ റീഡ് ഹോഫ്മാനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് ഡിജിറ്റൽ ഇന്ത്യ പോലുള്ള പദ്ധതികളെ നിക്ഷേപ സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്തതായും വിവരങ്ങളുണ്ട്. വിദേശകാര്യ സർവീസിൽ നിന്ന് വിരമിച്ച് BJPയിൽ ചേർന്ന കാലത്താണ് ഈ ഒരു കൂടിക്കാഴ്ചകൾ നടന്നതെന്നും നോർവീജിയൻ നയതന്ത്രജ്ഞൻ ടെർജെ റോഡ് ലാൻസൻ വഴിയാണ് എപ്സ്റ്റീനെ പരിചയപ്പെട്ടതെന്നും പുരി വിശദീകരിക്കുന്നുണ്ട്. എപ്സ്റ്റീന്റെ കുറ്റകൃത്യങ്ങളെ കുറിച്ച് തനിക്ക് അറിവില്ലായിരുന്നുവെന്നും കൂടിക്കാഴ്ചകൾ കേവലം പ്രൊഫഷണൽ മാത്രമായിരുന്നുവെന്നുമാണ് അദ്ദേഹം പറയുന്നത്. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ രാഷ്ട്രീയ പ്രേരിതമെന്ന് തള്ളിക്കളഞ്ഞ പുരി താൻ ഒരു തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടില്ലെന്ന് വാർത്താ സമ്മേളനങ്ങളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും ആവർത്തിച്ചു പറഞ്ഞു. നിലവിൽ പുരിയുടെ പേര് ഫയലുകളിൽ ഉണ്ടെന്നല്ലാതെ അദ്ദേഹത്തിന് എപ്സ്റ്റീന്റെ ക്രിമിനൽ പശ്ചാത്തലവുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പുറത്തു വന്ന ഫയലുകളിൽ പുരിയുടെ പേര് ഏകദേശം 163 തവണ പരാമർശിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇതുകൂടാതെ ഹർദീപ് പുരി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ മാത്രം 46 റിസൾട്ടുകളും ഹർദീപ് എന്നതിന് 430 റിസൾട്ടുകളും കാണിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഇമെയിലുകളുടെ ആവർത്തനങ്ങളും പേര് വലിച്ചിഴച്ചതും മൂലമാണെന്നാണ് തന്റെ ഭാഗത്ത് പിഴവില്ലെന്നും ഹർദീപ് സിംഗ് പുരി പറയുന്നു. പുറത്തു വന്ന ഇമെയിലിൽ ജെഫ്രി എപ്സ്റ്റീന്റെ എക്സോട്ടിക് ഐലൻഡ് പരാമർശിക്കുന്നതിനൊപ്പം അവിടെ ഹാവ് ഫൺ എന്ന ഹർദീപ് സിംഗ് പുരി ആശംസിക്കുന്നതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അഭിമുഖങ്ങളിൽ താൻ സാധാരണയായി ഉപയോഗിക്കാറുള്ള ഒരു ശൈലി മാത്രമാണിതെന്നും അതിന് മറ്റ് അർത്ഥങ്ങൾ കണ്ടെത്തരുതെന്നുമാണ് പുരി പറയുന്നത്. എപ്സ്റ്റീന്റെ പ്രവർത്തനങ്ങളിൽ ഒരു താല്പര്യവുമില്ലാത്തയാളാണ് താനെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. അവരെ സംബന്ധിച്ച് താൻ അവർക്ക് പറ്റിയ ആളല്ല, അത് അവർക്ക് തന്നെ അറിയാം. തനിക്ക് ഇരട്ടമുഖമാണെന്നാണ് എപ്സ്റ്റീൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. രാഹുൽ ഇത് സംബന്ധിച്ച ഇമെയിലുകൾ വായിക്കണമെന്നും ഹർദീപ് സിംഗ് പുരി പറയുന്നു.